ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റ് ടൈമിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതുപോലെ നൈറ്റ് ടൈമിൽ കിച്ചൺ ക്ലീനിങ് അല്ലെങ്കിൽ കിച്ചൺ റീസെറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്താൽ കിച്ചൺ നമുക്ക് നീറ്റായിട്ട് വെക്കാൻ പറ്റും, ഇതൊക്കെ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും കിച്ചൺ നല്ല നീറ്റാണെങ്കിൽ നമുക്ക് നല്ലൊരു എനർജിയാണല്ലേ. അവിടെ വന്ന് പിന്നെ കുക്ക് ചെയ്യാനും അതുപോലെ ഒരു കോഫി ഇട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാം നമുക്കൊരു എനർജിയാണ്. ഇനി അതല്ല, നമ്മൾ ഒത്തിരി ടയേർഡായിട്ട് നമുക്ക് കിച്ചൺ അത്ര അങ്ങ് നീറ്റാക്കാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വരുമ്പോൾ നമുക്ക് ഒരു വലിയൊരു സുഖം ഉണ്ടാവില്ല. അതുപോലെ ആ ഒരു ലോ എനർജി നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ചിലപ്പോൾ ആ കറക്റ്റ് ദിവസമായിരിക്കും നമ്മുടെ മെയ്ഡ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നൈറ്റിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. ഇതൊരു ഡെയിലി ഹാബിറ്റായിട്ട് മാറ്റുക. ഡെയിലി ഹാബിറ്റ് ആക്കുന്നതോടുകൂടി നമ്മുടെ മോർണിംഗ്സ് നല്ല ഈസി ആയിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഡീപ്പ് ക്ലീനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷേ ചെറിയ ചെറിയ ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ചെറിയൊരു റുട്ടീനാണ് നമ്മൾ എവറി ഡേ കിച്ചണിൽ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേക്ക് നമ്മളൊരു ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെക്കുന്നു, സോ ദാറ്റ് നെക്സ്റ്റ് ഡേ നമ്മൾ ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു കുറച്ചൊരു 12 പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു പോകാമല്ലോ. അപ്പോൾ നമ്മളിപ്പം എല്ലാ ഈവനിങ് ഫുഡ് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പാർട്ടി കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് നോർമൽ ഡിന്നർ ടൈം കഴിഞ്ഞ് നമ്മൾ കിച്ചണിലോട്ട് വരുന്നൊരു ടൈമാണെന്ന് വിചാരിക്കട്ടെ. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ലെഫ്റ്റ് ഓവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ആദ്യമേ പാത്രം കഴുകാൻ ഒന്നുമല്ല നിൽക്കേണ്ടത്. നമ്മുടെ ലെഫ്റ്റ് ഓവേഴ്സ്, പിന്നെ ധൃതിയിൽ നമ്മൾ കുറേ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചു വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ കൗണ്ടേഴ്സൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ട് ഈ നമ്മൾ തിരിച്ച് വെക്കേണ്ട എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലോട്ട് ആക്കി വെക്കേണ്ട എന്തെങ്കിലും ലെഫ്റ്റ് ഓവേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിരിച്ച് വെക്കുക. അതുപോലെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കേണ്ടത് തിരിച്ച് അതിലോട്ട് വെക്കുക. ഇതെല്ലാം കൗണ്ടറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരുപാട് ജോലിയുള്ള പോലെ തോന്നും അല്ലേ. അപ്പം ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എല്ലാം ഒന്ന് തിരിച്ചു വയ്ക്കാം. അപ്പം നമ്മൾ ഡിന്നർ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊന്നും തിരിച്ചു വെക്കാൻ പറ്റിയെന്നിരിക്കില്ല. ആക്ച്വലി അതൊരു നല്ല ഹാബിറ്റാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 1 ടച്ച് റൂൾ, അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് തിരിച്ചു വെക്കണം എന്നുള്ളത്. ബട്ട് മേ ബി ചില സമയത്ത് നമുക്കതിന് സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം തിരിച്ചു വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓയിൽ വെളിച്ചെണ്ണ കുപ്പി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും, ഉപ്പിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ സോസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൈസസ് ഒക്കെ എടുത്തത്, ഇതെല്ലാം നമ്മൾ എടുത്തിട്ട് തിരിച്ചു വയ്ക്കാത്ത ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം തിരിച്ച് നമ്മുടെ കിച്ചൺ ഷെൽഫിലോട്ട് വയ്ക്കുക, പാൻട്രിയിലോട്ട് വയ്ക്കുക. ഇതെല്ലാം മാറ്റുമ്പോൾ തന്നെ പെട്ടെന്ന് കിച്ചൺ ക്ലിയർ ആയ പോലെ തോന്നും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ബോട്ടിലും ജാറും മാറ്റിയപ്പോൾ തന്നെ നമ്മൾ ആ ആദ്യം വന്ന മെസ്സ് അങ്ങ് പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പാത്രങ്ങളെല്ലാം തന്നെ ഒന്ന് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് ഡിഷ് വാഷറിൽ പാത്രങ്ങൾ ലോഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക്. പക്ഷേ നിങ്ങളിപ്പം ഹാൻഡ് വാഷ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ സിങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം, അതായത് പാത്രം കഴുകിയതിന് ശേഷം ബാക്കിയുള്ള പാത്രങ്ങൾ സിങ്കിലോട്ട് ഇടുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് ആ ഡേർട്ടി ഡിഷസ് എല്ലാം പോയി കഴിയുമ്പോൾ തന്നെയും നമുക്ക് കുറച്ചും കൂടി ഒരു ആ റൂമിനൊരു എനർജി വന്ന പോലെ തോന്നും. അപ്പം എന്താ പറയുക, നമ്മുടെ വേസ്റ്റ് എല്ലാം മാറ്റി ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തിട്ട് ഡിഷ് വാഷറിൽ ലോഡ് ചെയ്യാം. ലോഡ് ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താ പറയുക, കുറേ പാത്രങ്ങൾ നമ്മുടെ സൈറ്റിൽ നിന്നേ പോകും അല്ലേ. അപ്പം ഇനി ഹാൻഡ് വാഷ് ആണെങ്കിൽ നമ്മൾ എല്ലാം ഒന്ന് എടുത്തിട്ടിട്ട് പയ്യെ ഹാൻഡ് വാഷ് ചെയ്യുക. ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പോഡ്കാസ്റ്റോ എന്തെങ്കിലും ഓൺ ചെയ്തിട്ടാൽ അതങ്ങ് അവിടെ തീർന്നോളും. അപ്പോൾ അതും നല്ലൊരു ടിപ്പാണ്. നമ്മൾ മിക്കവരും ചെയ്യുന്ന അല്ലേ, എന്തെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്ത്, ഒരു ഇൻ്റർവ്യൂ പ്ലേ ചെയ്ത്, ഇപ്പോഴാണെങ്കിൽ ഒരുപാട് പോഡ്കാസ്റ്റുകളും ഉണ്ട് നമുക്ക്. അപ്പോൾ അതൊന്ന് പ്ലേ ചെയ്തിടുവാണെങ്കിൽ ആ കാര്യം കഴിഞ്ഞു. ഇനിയത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡിഷ് വാഷർ ചെയ്യുമെങ്കിലും നമുക്ക് ചെറിയ ചെറിയ പാത്രങ്ങൾ, ചില പാത്രങ്ങളുണ്ടാവില്ലേ നമുക്ക് ഇതിലിടാൻ പറ്റാത്തത്, ഈ നല്ല ഗ്ലാസ് വെയർ അല്ലെങ്കിൽ ഇപ്പം നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് കൈവച്ച് തന്നെ കഴുകേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് അത് കഴിഞ്ഞു. നമുക്ക് ഒരുവിധം നമ്മുടെ കൗണ്ടർ ടോപ്സ് എല്ലാം ക്ലിയർ ആയി. ഇനി ചെയ്യേണ്ടത് നമ്മുടെ കൗണ്ടർ ടോപ്സ് നല്ലപോലെ വൈപ്പ് ചെയ്ത് പറ്റുമെങ്കിൽ ഒന്ന് സാനിറ്റൈസും കൂടി ചെയ്യുക. സാനിറ്റൈസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും പുൽത്തൈലം പോലെയുള്ള എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു ആവശ്യമില്ലാത്ത സ്മെൽ എല്ലാം ഒന്ന് പൊക്കുള്ളൂ. അല്ലെങ്കിൽ ഡെറ്റോളോ
അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇനി എസെൻഷ്യൽ ഓയിൽസ് ഇടാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു സെൻറ്റ് വരും. അപ്പം ഇത് നമുക്കൊരു കുറച്ചൊരു അരോമ തെറാപ്പി ചെയ്യുന്ന പോലെ നല്ലൊരു കാംനെസ്സാണ് ഈ ഒരു സെൻറ്റൊക്കെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേനും വരുന്നത്. അപ്പോൾ അത് കൗണ്ടർ ടോപ്പിലൊക്കെ നല്ലപോലെ ഇട്ടിട്ട്, അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോപ്പ് ചെയ്യും പ്രിപ്പ് ചെയ്യും എല്ലാം ചെയ്തതല്ലേ, അപ്പോൾ അവിടെ നമ്മൾ ക്ലിയർ ചെയ്ത് മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നല്ല എസ് മോഷനിൽ ഇത് ക്ലിയർ ചെയ്ത് എന്താ പറയുക, നല്ല നീറ്റാക്കി മാറ്റുക. അപ്പോൾ കൗണ്ടർ ടോപ്പ് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു അപ്പോഴേ നമുക്കൊരു ഓർഡർ വരുന്ന പോലെ തോന്നും. അപ്പോൾ കൗണ്ടർ ടോപ്സിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റൗ ടോപ്പാണ്. സ്റ്റൗ ടോപ്പിൽ അറിയാലോ, എന്തായാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓയിൽസ് അല്ലെങ്കിൽ സോസിൻ്റെ കുറച്ച് സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ അതും ഇതുമൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അത് നമുക്ക് കൗണ്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മതിയാക്കാനൊരു ടെൻഡൻസിയാണ്. പക്ഷേ അത് നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് കളയാൻ വേണ്ടിയിട്ട് നല്ല പണിയായിരിക്കും. സോ നമ്മളത് നല്ല പോലെ കഴുകിയല്ല നല്ലപോലെ ഇപ്പം ഇച്ചിരി സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഒരു ഡീഗ്രീസിങ് സ്പ്രേ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ചിട്ട് നമ്മുടെ സ്റ്റൗ ടോപ്പ് നന്നായിട്ട് കഴുകുക. ഈ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ഓയിൽ സ്റ്റെയിൻസൊക്കെ അങ്ങോട്ട് വൈപ്പ് ചെയ്തെടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന തുണികളൊന്നും ഇതിന് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നല്ലപോലെ സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്യുക. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ ഫൈബർ വെച്ചിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേനും ഫ്രിഡ്ജിൻ്റെ ഹാൻഡിൽ അതുപോലെ ഓവൻ്റെ മേലെ ഇതെല്ലാം നമ്മളൊരു ഒന്ന് തൊട്ട് പോകില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറേശ്ശെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളൊന്ന് പോളിഷ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അഴുക്ക് കളയാന്നുള്ളതാണ് ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സമയമുണ്ടെങ്കിൽ ഇത് എന്തായാലും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ ആ ഹാൻഡിൽ അല്ലെങ്കിൽ മൈക്രോവേവിൻ്റെ ആ കീപാഡിൽ അതിലുണ്ടാവും. പിന്നെ ഡിഷ് വാഷറിൻ്റെ ഫ്രണ്ടിൽ, പിന്നെ നമ്മുടെ കബേർഡ്സിൻ്റെ മേലെയൊക്കെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സോ വാട്ടർ സ്പോട്ട്സോ എല്ലാം ഉണ്ടാവും. അത് ഒരു റൂമിൻ്റെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റിനൊരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് തുടച്ച് വിട്ടേക്കുക. ഇനിയത്തെ സ്റ്റെപ്പാണെന്ന് പറയുന്നത് നമ്മുടെ സിങ്ക് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ രാജാവാണല്ലോ കിച്ചണിലെ സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൗണ്ടേഴ്സ്, സ്റ്റൗ ടോപ്പ്, അപ്ലയൻസ് എല്ലാം നല്ല അടിപൊളിയായി. അപ്ലയൻസും നമ്മൾ തുടച്ച് വിടണം, മിക്സിയുടെ മേലെയൊക്കെ തുടച്ച് വിടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് സിങ്ക് ഒന്ന് നല്ല പോലെ എന്താ പറയുക, നമ്മുടെ ഹാൻഡ് വാഷൊക്കെ കഴിഞ്ഞ് സിങ്കിന് കുറച്ച് സ്നേഹം കൊടുക്കുക. അതായത് കുറച്ച് എന്താ പറയുക ബേക്കിംഗ് സോഡ, സോപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു സ്ക്രബ് വയ്ക്കുക. പിന്നെ പൈപ്പും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലൊരു തുണി വെച്ചിട്ടൊന്ന് ഡ്രൈ ഡൗൺ ചെയ്യുവാണെങ്കിൽ സിങ്ക് അടിപൊളിയായിട്ടിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന നമ്മൾ എന്താ പറയുക തുടച്ച തുണികളും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കുക. പുതിയ തുണി നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് പുതിയ തുണി സെറ്റാക്കുക. പിന്നെ നമ്മളുടെ ഏപ്രണോ അങ്ങനെ നമ്മൾ തുടച്ച കുറച്ചധികം സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഒന്നില്ലെങ്കിൽ ലോണ്ടറി ബാസ്ക്കറ്റിലിടുക, അല്ലെങ്കിൽ അപ്പം തന്നെ പോയി വാഷിംഗ് മെഷീനിൽ ക്വിക്ക് സൈക്കിളിൽ കഴുകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് കഴിയുമ്പോൾ ആ ഒരു ഡീറ്റെയിലും കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വേസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ രാത്രി ഫുള്ള് ഇരുന്നാൽ ചിലപ്പോൾ അതൊരു സ്മെല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. കാരണം ഈ ഉള്ളിയുടെ തോല്, പിന്നെ വെളുത്തുള്ളിയുടെ തോല്, പിന്നെ എന്തെങ്കിലും ഇറച്ചിയുടെയൊക്കെ കാര്യങ്ങൾ ലെഫ്റ്റ് ഓവേഴ്സൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ അത് ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം അത് നമ്മൾ പുറത്തോട്ട് വെക്കുകയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ട്രാഷ് ഡിസ്പോസ് ചെയ്യുകയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേനും നമ്മുടെ കിച്ചൺ നല്ല നീറ്റായി. ഇനിയത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വിക്കായിട്ടൊന്ന് ഫ്ലോറ് അടിച്ചിടുവാണെങ്കിൽ ബെസ്റ്റായിരിക്കും. ഞാനിത് ചെയ്യാറില്ല കേട്ടോ, എനിക്ക് ഇത്രയും ചെയ്യുമ്പോഴത്തേനും മടിയാവും. എങ്കിലും ഇത് ചെയ്യുവാണെങ്കിൽ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഒരു വാക്യൂം വെച്ചിട്ട് പെട്ടെന്നൊന്ന് ഇതെടുത്താൽ മതി. കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ കോഫിയുടെ പൊടിയോ ഉപ്പിൻ്റെ പൊടിയോ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ഇതെല്ലാം കെടുപ്പുണ്ടാവും. അപ്പോൾ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വരുമ്പോഴത്തേനും നമ്മുടെ കാലിലോട്ട് അത് അടുക്കും, അത് ഇരുന്ന് പിന്നെ ഉറുമ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം മാക്സിമം അതും കൂടി നമ്മൾ എന്താ പറയുക ഒന്ന് മോപ്പ് ചെയ്ത് ഇടാം. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ല അടിപൊളി ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പാണ്. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും ഒരു ഗുഡ് ഫീൽ വരുന്നത് അല്ലേ. അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇലക്ട്രിക് കെറ്റിലൊക്കെ സെറ്റാക്കി വെക്കുക, അതിൽ വേണമെങ്കിൽ വെള്ളം നിറച്ച് വെക്കുക അല്ലേ. അപ്പം നമുക്ക് രാവിലെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ബദാമും അങ്ങനെയുള്ള സോക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം.
പിന്നെ നമുക്ക് കുറച്ചും കൂടി ഇതായിട്ട് നമുക്ക് ഇപ്പം ഇടിയപ്പ പാത്രം അങ്ങനത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ സെറ്റാക്കി വെക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേഗം പോയി ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുക. പിന്നെ നമുക്ക് അതിന് മുന്നേ വേണമെങ്കിൽ ഒന്ന് കിച്ചൺ കണ്ട് നമുക്കൊന്ന് നിർവൃതി അണയാം അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്ത് നമ്മളൊന്ന് എന്താ പറയുക ഫുള്ളൊന്ന് നോക്കി ആ കിച്ചൺ കാണുമ്പോഴുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലല്ലേ, ഗുഡ് ഫീലല്ലേ വരുന്നത്. നമ്മളെ തന്നെ നന്നായിട്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ റീസെറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. ഞാൻ സ്റ്റെപ്സായിട്ട് പറഞ്ഞതേ ഉള്ളൂ, എല്ലാവരും ചെയ്യുന്നതൊക്കെയാണ്, എങ്കിലും നമുക്ക് ചെയ്യാനൊരു മോട്ടിവേഷൻ ആണല്ലോ. അപ്പം ഇന്ന് കിച്ചൺ നൈറ്റ് റീസെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതൊരു ഡിഫറൻസ് ആണല്ലോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് കിച്ചൺ റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഗുഡ് ഫീൽ കിട്ടും. നെക്സ്റ്റ് ഡേ മോർണിംഗും നമുക്കൊരു ഗുഡ് ഫീൽ കിട്ടും അല്ലേ. പറയുമ്പോൾ ഇത് ഒരുപാടുണ്ടെങ്കിലും നമ്മളിത് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതൊരു റുട്ടീനാക്കി നമുക്ക് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഡിന്നറൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പോയി ആ സോഫയിലിരുന്ന് സമയം കളയുന്നതിനേക്കാളും ഇത് നമ്മളൊരു റുട്ടീനാക്കി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന് നല്ലൊരു കാംനെസ് കിട്ടും. നെക്സ്റ്റ് ഡേ നമ്മൾ വരുമ്പോഴും നമുക്ക് ആ പ്രൈസ്ലെസ് കിച്ചൺ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം സമാധാനം കിട്ടും. ശരിക്കും നമ്മുടെ മൈൻഡിൽ നമുക്കൊരു എൻറ്റയർ ഡേ നമുക്കൊരു പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അല്ലേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി ആ കിച്ചൺ ഒന്ന് റീസെറ്റ് ചെയ്തോ. അതുപോലെ നമ്മുടെ വീഡിയോക്ക് ഒരു തംസപ്പ് തരാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സീരീസ് പോലെ കിച്ചൺ ക്ലീനിങ്, കിച്ചൺ റുട്ടീൻ എല്ലാ കാര്യങ്ങളും ഒരു സീരീസ് പോലെ ചെയ്യുന്നുണ്ട്. ഈ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ പോയി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ബൈ.